പാനിപ്പൂരിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഗ്രീൻ ചട്നിയും സ്വീറ്റ് ചട്നിയും എല്ലാം ഇതിലുണ്ടാക്കുന്നുണ്ട്. അതിനായി ഞാൻ വെള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഇത് 4 മണിക്കൂർ കുതിർത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ വെള്ളം പോർന്നിട്ട് നമുക്കിത് ഒരു 5-6 സ്റ്റീം വരണം, എന്നാലേ ഇത് നല്ലവണ്ണം വേകുള്ളൂ. ഗ്രീൻ പീസിനെ പോലെ അത്ര പെട്ടെന്ന് ഇത് വേകൂല. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു മിക്സീൻ്റെ ജാറിൽ ഒരു പിടി പുതിനയും കൊത്തമല്ലിയും ഇട്ട് അതിൽ ഒരു 5-6 പച്ചമുളകും ഇട്ടിട്ട് ഒരു അര നാരങ്ങ നീരും പോർന്ന് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരമുറി മതി നാരങ്ങ. ഒരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്, ചെറിയ കഷ്ണം മതി. ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിൽ മാറ്റാം. ഇനി ഇതേ ജാറിൽ ഒരു പിടി കൊത്തമല്ലിയും പുതിനയും ഒരു 5-6 അവനവൻ്റെ എരിവ് ഒരുപാട് വേണമെന്നെങ്കിൽ ഒരു 5-6 ഇടണം, അല്ലെങ്കിൽ ഒരു 2-3 ഇട്ടാൽ മതി. പച്ചമുളക് ഇട്ട് നമുക്ക് ഇതിൽ നാരങ്ങാനീരും ഉപ്പും പഞ്ചസാരയും എല്ലാം ഇടണം. അത് ഇപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും, നമുക്കിത് 2 പച്ചമുളകും കൂടി ഇടണം, എന്നാലേ എരിവും ഉണ്ടാവുള്ളൂ. ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഇതും അരച്ചിട്ടായിട്ടുണ്ട്. നമുക്കിനി ഇത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും പീസ് വെന്തിട്ടുണ്ട്. നമുക്ക് അത് തുറന്ന് നോക്കാം. ഇങ്ങനെ വേകണം. ഇനി നമുക്ക് സ്വീറ്റ് ചട്നി ഉണ്ടാക്കാം. അതിന് ഞാൻ പുളീൻ്റെ പേസ്റ്റാണ്, ഒരു സ്പൂൺ പുളീൻ്റെ പേസ്റ്റും അതിൽ ഒരു 1/2 കപ്പ് വെള്ളവും പറഞ്ഞു നമുക്കിത് കുറുക്കിയെടുക്കണം. അതിലേക്ക് വെല്ലം ഇട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ജീരക പൗഡറും ഒരു 1/4 സ്പൂൺ മതി ജീരകപ്പൊടിയും ചാട്ട് മസാലയും ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഉപ്പും ഇട്ടിട്ട് ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറച്ചൊരു ടൈറ്റാവും. ഇപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ചട്നിയും സ്വീറ്റ് ചട്നിയും മറ്റേ പുതിനയും കൊത്തമല്ലിയും അരച്ചത് തയ്യാറായിട്ടുണ്ട്. ആദ്യം നമ്മൾ പുതിനയും കൊത്തമല്ലിയും അരച്ചത് മിക്സാക്കാൻ വേണ്ടിയാണ്. പാനിപ്പൂരിക്കൊരു വെള്ളം ഉണ്ടാവില്ല, അത് തയ്യാറാക്കാനാണ്. ഒരു ബൗളിൽ ഞാനൊരു 3/4 ബൗളോളം എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ ചട്നി അരച്ച് വെച്ചത് ആദ്യം അരച്ചത് 1 സ്പൂൺ ഇട്ട് നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചാട്ട് മസാലയും, ഇത് ഉണങ്ങിയ മാങ്ങേൻ്റെ പൊടിയാണ്, ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതും ഇട്ട് ഒരു 1/2 സ്പൂൺ ജീരകത്തിൻ്റെ പൗഡറും ഇട്ടിട്ട് നമുക്കിത് മിക്സാക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കടയിൽ നിന്ന് തിന്നുന്ന അതേ ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു
ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ച് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഈ ഗ്രീൻ വെള്ളവും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് നമുക്ക് പാനിപ്പൂരിൻ്റെ പൂരി നമുക്ക് തയ്യാറാക്കാം. പൂരിക്ക് തരി ചൂടുവെള്ളത്തിൽ കുഴച്ചതാണ്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. തരി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ചെറുങ്ങനെ പരത്തിയെടുത്താൽ ഇതുപോലെ കിട്ടും. ഇത് ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് പൂരിയും എല്ലാം വറുത്ത് വരാം. പീസ് വെന്തത് നല്ലവണ്ണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്ന് മിക്സാക്കി നമുക്ക് കഴിക്കുന്ന പാകത്തിനാക്കി കൊടുക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറുങ്ങനെ മുട്ടിയാൽ അത് പൊട്ടു വന്നിട്ട് ഈ പീസ് ഇതിൽ നിറച്ച് ചെറുങ്ങനെ സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കടലപ്പൊടി ഇട്ടിട്ട് സേമിയ ആക്കിയതാണ്. അതും ഗ്രീൻ ചട്നി ഇതിൽ ഇട്ട് കൊടുത്ത് പിന്നെ സ്വീറ്റ് ചട്നി ഇട്ട് സവാളയും ആ സേമിയത്തിൻ്റെ അതും ഇട്ടിട്ട് നമുക്ക് വെള്ളവും പോർന്ന് കഴിക്കാം. ഇത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് വീട്ടിലാക്കി കഴിക്കുമ്പോൾ പിന്നെ ടേസ്റ്റ് ഒന്ന് കൂടുകയേ ഉള്ളൂ. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.